ഹായ്, മെല്ലു സ്പേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പാരൻസിനും കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പരീക്ഷ പേപ്പറൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ വരുമല്ലോ. ചിലപ്പോൾ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരിക്കും. അപ്പം നമ്മൾ ഒരു 100-ൽ 95 മാർക്ക് കേട്ട് വീട്ടിൽ വന്നു പാരൻസിന് പേപ്പർ കാണിച്ചു. ഉടനെ പാരൻസിൻ്റെ ചോദ്യം, ബാക്കി 5 മാർക്ക് എവിടെ പോയി? ഇത് ഒരുമാതിരി രീതിയിൽ നല്ല ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഫേസ് ചെയ്യുന്നൊരു ചോദ്യമാണ് അല്ലേ. ബാക്കി 5 മാർക്ക് എടുക്കും. ഈ സിറ്റുവേഷൻ വിട്, കുട്ടിയുടെ മനസ്സിലത് കേൾക്കുന്ന മുറിവ് ചെറുതൊന്നുമല്ല. പോട്ടെ, കുട്ടി ഇതിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി ഒരു റിലേറ്റീവ് വീട്ടിൽ വന്നു. അപ്പോൾ അവരുടെ മുന്നിൽ പോയിട്ട് സംസാരിക്കുകയാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്. പാരൻസ് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇവർ പോയി കഴിയുമ്പോൾ പാരൻസ് വിളിച്ചിട്ട് പറയുകയാണ്, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു, നീ എന്തിനാ ആലോചിക്കാണ്ട് എനിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് ഫുള്ള് ക്രിറ്റിസിസം. കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് ആലോചിക്കുന്നു. ഈ കുട്ടി വളർന്ന് വലുതായി ഒരു 25-30 വയസ്സാകുമ്പോൾ നാളെ അവൻ്റെ മാനേജറിന് ഒരു മെയിൽ അയച്ചാൽ അവൻ 100 പ്രാവശ്യം ആലോചിക്കും, ഞാനിപ്പോൾ എഴുതിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് 10 തവണ ചെക്ക് ചെയ്യും. ചിലപ്പോൾ ഇത് റൂഡായിട്ട് തോന്നും, പറഞ്ഞത് കൂടിപ്പോകും, ചെയ്ത് തെറ്റായോ. ഓവർ തിങ്കിങ് എന്ന് പറയും നമ്മളിതിൽ. ഓവർ തിങ്കിങ്ങിൻ്റെ പ്രധാന കാരണം ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ നാളെ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ കൊളീഗോ ഇവൻ റിലേറ്റീവ്സോ പാർട്ട്ണറോ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ ഒരു ഓവർ തിങ്കിങ് മെൻറ്റാലിറ്റി കാണിക്കുമ്പോൾ അവരെ കുറ്റം പറയാതെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചോളൂ. കാരണം മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെയാണ് ഓവർ തിങ്കിങ്ങിനുള്ള മെയിനായിട്ടുള്ള കാരണം. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ബെറ്റർ ആൻഡ് മേക്ക് എവ്രി വൺസ് ലൈഫ് ബെറ്റർ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.